അപ്പോൾ ഞാനുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം എന്നെ ഒന്ന് കാണണ്ടേ, എന്നെ കണ്ടില്ല, ഞാൻ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല. ഇത് അറിഞ്ഞപ്പം തന്നെ ഈ ജീവൻ എൻ്റെ തടിയിൽ നിന്ന് പോയത്. ഞാൻ അപ്പോഴും വിചാരിക്കും ഞാൻ പോയാൽ മതിയായിരുന്നു, ഇവള് പോരും. രണ്ട് മന്ത്രിമാരോട് എന്നെ അന്വേഷിച്ചില്ല. അവരവരെ കാര്യം കഴിഞ്ഞ് ഇതാ പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോകുമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇന്നലെ വന്ന് പറഞ്ഞ് അവർ ബോർഡ് കൂടി തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പം മുഖ്യമന്ത്രിയും അവിടുത്തെ പിന്നെ സൂപ്രണ്ടും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്താം. അവർ ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ അവിടെ വന്ന് എന്നെ കാണാനൊന്നും വന്നില്ല. അവിടെ കണ്ട് അവിടെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു പുള്ളിക്ക്. അവിടെ വന്നപ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞ് അപ്പോൾ ഇവർ ഇന്നലെ ഇവിടെ CPM-ൻ്റെ ആൾ വന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ്. അപ്പോൾ അനിൽകുമാർ സാറാണ് പുള്ളിക്കാർ ചാനലിൽ വരുന്നത്. പുള്ളി വന്ന് പറഞ്ഞ് ഇത് കണക്ക് കൊച്ചിൻ്റെ ചികിത്സയുടെ കാര്യം ഓപ്പറേഷനൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുക, അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് പോകാനൊക്കെ ഇല്ല, പോയില്ലേ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനടി അതിനൊരു ഓർഡർ കൊടുക്കും, അല്ലയോ? ഉടനടി ഒരു ഓർഡർ കൊടുക്കും. അല്ലെങ്കിൽ ആനയെ വെട്ടി കൊല്ലിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊല്ലിയോ ഒരു ജീവൻ പോകുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം, സർക്കാർ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. ഞങ്ങളെ ഈ കണ്ടില്ലയോ, ഞങ്ങളെങ്ങനെ വലിയ ധനസ്ഥിതിയുള്ള ആൾക്കാരാണ്. സർക്കാർ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചേച്ചിയുടെ വരുമാനത്തിലുണ്ട്. ഇപ്പം ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് മായ്ച്ച് തേച്ച് കളയരുത്. ഏതാ 2 ദിവസം കഴിയുമ്പോൾ ഈ നിങ്ങളും പോയി ഞങ്ങളും പോയി ഏറ്റവും അവസാനം ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അതുണ്ടാവരുത് അവിടെ. അപ്പോൾ അതിനെന്ത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവണം. ഇല്ല, ആരും വിളിച്ചില്ല. ഇല്ലില്ല. എൻ്റെ അടുത്ത് ഭാസ്മൻ സാറൊക്കെ അവിടെ വന്നു. എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല, എല്ലാവരും ചോദിച്ച് പറഞ്ഞ് വരണ്ടായോ, ഇന്നാളെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ മതി. ഞാനവിടെ 3-4 ദിവസം കൊണ്ട് ഞാനുണ്ട് അവിടെ. അപ്പോൾ ഞാനുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം എന്നെ ഒന്ന് കാണണ്ടേ, എന്നെ കണ്ടില്ല, ഞാൻ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല. ഇത് അറിഞ്ഞപ്പം തന്നെ ഈ ജീവൻ എൻ്റെ തടിയിൽ നിന്ന് പോയത്. ഞാൻ അപ്പോഴും വിചാരിക്കും ഞാൻ പോയാൽ മതിയായിരുന്നു, ഇവള് പോരും. രണ്ട് മന്ത്രിമാരോട് എന്നെ അന്വേഷിച്ചില്ല. അവരവരെ കാര്യം കഴിഞ്ഞ് ഇതാ പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോകുമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. മന്ത്രിമാർ വാസവ സാറേ ഉള്ളായിരുന്നു, മറ്റൊരു വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ കണ്ടില്ല. ഒന്നും ചെയ്തില്ല. ജില്ലാ കളക്ടർ ഒന്നുമില്ല. ആരും വിളിച്ചിട്ടില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. സർക്കാർ തലത്തിൽ നിന്ന് ഒന്ന് രേഖാമൂലം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ ആരാണ് നടത്തിയത്? അവിടുന്ന് ബോഡി നമ്മുടെ സ്വന്തം നിലയിലാണ് ഇതെല്ലാം ചെയ്തത്. ആ നില അതെനിക്കൊന്ന് അവർ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതെന്ന് എനിക്കൊന്ന്. മറ്റേ പോസ്റ്റ്മോർട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതാണ് അന്ന് എനിക്ക് തോന്നുന്നു.